ഏറ്റവും അനുഗ്രഹദായകമായ ഒരു പുണ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, അനുസരണം എന്നുള്ളതാണ്. അനുസരിക്കുക എന്ന് പറയുന്നത് അതൊരു അത്ഭുതമാണ്, അത് അമൃതാണ്, അനുഗ്രഹദായകമാണ്. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്നത് അങ്ങനെയാണോ? അനുസരണം വളരെ എളുപ്പത്തിൽ നടക്കുന്നതായിട്ടാണോ കാണുന്നത്? ചുറ്റും കണ്ണോടിച്ചാൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനൊരു അധ്യാപകനാണ്. അധ്യാപകനെ അനുസരിക്കാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ വിദ്യാർത്ഥി ആയിരുന്ന കാലം തൊട്ട് ഇന്ന് വരെ ഒരു വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായിട്ടുള്ള ആ ചേഞ്ച് അത് ഞാൻ കാണുന്നുണ്ട്. അധ്യാപകനെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന, അനുസരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ കുറഞ്ഞ് അങ്ങനെ വരിക. അതിൻ്റെ ഒരു കാരണം അധ്യാപകൻ്റെ കുറവുകളായിരിക്കാം. രണ്ടാമതൊരു കാരണം വിദ്യാർത്ഥികളിൽ വരുന്ന മാറ്റമാണ്. അതുപോലെ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ എൻ്റെ അപ്പനെയൊക്കെ പൂർണ്ണമായിട്ടനുസരിച്ച് ജീവിച്ചു വന്ന എൻ്റെ അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൻ്റെ അപ്പനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി വരുമ്പോൾ എൻ്റെ മക്കൾ എന്നെ കൃത്യമായി അനുസരിച്ചിരുന്നു. അവിടെ നിന്ന് അങ്ങനെ കയറി വരുമ്പോൾ മക്കൾ മാതാപിതാക്കളെ പലപ്പോഴും അനുസരിക്കുന്നതിന് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഇതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, നിങ്ങൾ മേലുദ്യോഗസ്ഥന്മാരെ അനുസരിക്കാത്ത കീഴുദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് ധാരാളമായി കാണാനായിട്ട് കഴിയും. മുമ്പൊന്നും അങ്ങനെയല്ല. മേലുദ്യോഗസ്ഥൻ എന്താണോ പറഞ്ഞത് അത് ഒരു തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോലും അവർ ചെയ്യും. തെറ്റ് ചെയ്യാൻ പാടില്ല. മേലുദ്യോഗസ്ഥൻ പറഞ്ഞാലും തെറ്റ് ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ പോലും നേതാക്കന്മാർ പറയുന്നത് അനുസരിക്കാത്ത ആളുകൾ എത്രയോ പേരാണ്. അങ്ങനെ അനുസരണക്കേട് കൂടി വരികയാണ്. ഞാനത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചിന്തിച്ച് നോക്കി. എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ 2 കാരണങ്ങളാണ്. ഒന്ന്, മാതാപിതാക്കളിലുള്ള അനുസരണക്കുറവ്. മാതാപിതാക്കളിൽ അനുസരണക്കുറവ് വന്ന് ഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് മക്കളിലേക്ക് മാറ്റപ്പെടും. അത് ട്രാൻസ്മിറ്റ് ചെയ്യും. മാതാപിതാക്കളിലുള്ള എല്ലാ കുറവുകളും മക്കളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ഒന്ന്. രണ്ടാമത്തേത് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ചുറ്റും നമ്മൾ കാണുന്നതൊക്കെ അനുസരണക്കുറവുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ കാണുമ്പോൾ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ 2 കാരണങ്ങളാണ് എനിക്ക് വാസ്തവത്തിൽ ഇങ്ങനെ അനുസരണക്കുറവ് കൂടി വരുന്നതിൻ്റെ കാരണങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുസരണം എന്ന് പറയുന്നത് അമൃതാണ്, അമൃതിന് തുല്യമാണ്. അമൃത് എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാൽ പിന്നെ മരിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ സങ്കല്പം. അത് അനുസരണം ഒരു വലിയ അത്ഭുതവും കൂടിയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്ന് കണ്ണോടിച്ചാൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഏറെ അടുത്തുള്ള ഒരു ഇതാണ്. നോഹയോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, വലിയൊരു പ്രളയം ഉണ്ടാവും. കാരണം പ്രളയത്തിൻ്റെ കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് പ്രളയം കഴിഞ്ഞു പോയ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരുന്നത്. നോഹയോട് പറഞ്ഞു 40 ദിവസം തുടർച്ചയായി മഴ പെയ്യും, വെള്ളം പൊക്കമുണ്ടാകും, എല്ലാം നശിച്ചു പോകും. നീ രക്ഷപ്പെടണമെങ്കിൽ ഒരു
പെട്ടകമുണ്ടാക്കി അതിൽ എല്ലാ ജീവികളുടെയും ഒരു പെയർ വീതം കരുതുക. നോഹ അതനുസരിച്ചു. അതുകൊണ്ട് ഇന്ന് മനുഷ്യരാശി ഈ ലോകത്തിൽ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ പ്രളയത്തോടൊപ്പം എല്ലാം നശിച്ചു പോയേനെ, എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോയേനെ. ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത് നോഹയുടെ പിന്മുറക്കാരാണ്. അപ്പോൾ ഇന്ത്യയിലുള്ളവരോ എന്ന് നിങ്ങൾ ചോദിക്കും. അതും ഈ നോഹയുടെ പിന്മുറക്കാരാണ് എന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. കാരണം നമ്മുടെ ഭാരതത്തിൽ മനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നോഹ തന്നെയാണത്രേ. അതുപോലെ മുസ്ലിംസിൻ്റെ ഇടയിൽ മനൂഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതും മൂന്നും നോഹയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് എന്നാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. നോഹ അത് പെട്ടകമുണ്ടാക്കി അതനുസരിച്ചതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ മനുഷ്യൻ നിലനിൽക്കുകയാണ്. അനുസരിക്കുമ്പോൾ അതൊരു അത്ഭുതം ഉണ്ടാവുകയാണ് അവിടെ. വേറെയും ഒരുപാട് അത്ഭുതങ്ങൾ അനുസരണത്തെ തുടർന്നുണ്ടായിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അബ്രാഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ, തൻ്റെ ദേശം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വരൂ എന്ന് അബ്രാഹത്തിനോട് പറഞ്ഞു. അബ്രാഹം അത് അനുസരിച്ചു. അബ്രാഹം വലിയ ഒരു വിശ്വാസ ജനതയുടെ പിതാവായി തീർന്നു. അവിടെ അനുസരണമാണ് അബ്രാഹത്തെ വലിയവനാക്കി മാറ്റിയത്. അതുപോലെ അബ്രാഹത്തിൻ്റെ കേസ് തന്നെ ഒരിക്കൽ കൂടി വരുന്നുണ്ട്. അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു തൻ്റെ പുത്രനെ ബലി കഴിക്കാനായിട്ട്. അബ്രാഹം ഒരു ചോദ്യവും ചെയ്തില്ല, അത് അനുസരിച്ചു. ആ അനുസരണം കൊണ്ടാണ് അബ്രാഹം വിശ്വാസികളുടെ പിതാവായി തീർന്നത്. അതിനോട് സമമായിട്ട് ഇസ്ലാം മതത്തിലുമുണ്ട്. ഇബ്രാഹിം നബി തൻ്റെ പുത്രനെ ബലി കഴിച്ചതാണല്ലോ ബക്രീദ് എന്ന് പറയുന്ന അവരുടെ വലിയ പെരുന്നാൾ. വലിയൊരു പെരുന്നാളാണ് അവരുടെ. നമ്മുടെ ഇന്ത്യയിലും അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ട്. പിന്നെ ഉള്ള ഒരു എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഉദാഹരണം നമ്മുടെ ഭാരതത്തിൽ ഉള്ളത്. ദശരഥൻ തൻ്റെ മകൻ രാമനെ ബലി കഴിച്ച വാസ്തവത്തിൽ ആ ബലിയിലൂടെയാണ് വെറും ശ്രീരാമനായിരുന്ന ഒരു വ്യക്തി ഭഗവാൻ ശ്രീരാമനായി മാറുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് അനുസരണത്തിൻ്റെ മഹാത്മ്യമാണ്. ഏറ്റവും ഉന്നതമായ ഒരു അനുസരണത്തിൻ്റെ ഒരു ഉദാഹരണം മറിയത്തിലാണ്. പരിശുദ്ധ കന്യകാ മറിയത്തോട് ദൈവം പറഞ്ഞു, നീ ഒരു പുത്രനെ, ദൂതനിലൂടെയാണ് കേട്ടോ, പുത്രനെ പ്രസവിക്കും എന്നൊക്കെ. കന്യകയായി ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടാൻ ആഗ്രഹിച്ചിരുന്ന മറിയത്തിന് വേണമെങ്കിൽ തടസ്സം പറയാമായിരുന്നു. പറഞ്ഞില്ല. അവൾ അനുസരിച്ചു. അതുകൊണ്ട് അവൾ രക്ഷകൻ്റെ അമ്മയായി സഹരക്ഷകയായി മാറി. അങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും ഒരുപാട് ഉദാഹരണങ്ങളാണ്. മുഹമ്മദ് നബിയോടും ഇതുപോലെ തന്നെ ഓടിപ്പോകണം എന്ന് പറഞ്ഞു. മക്കയിൽ നിന്ന് മദീനയിലേക്ക്
ഓടിപ്പോയ സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഹിജറ എന്നോ മറ്റോ ആണ് അതിനെ പറയുക. അവിടെയും അത്ഭുതം നടക്കുന്നത് ആ അനുസരണത്തിലൂടെയാണ്. എല്ലാ മതങ്ങളിലും നമ്മൾ കാണുന്ന ഒന്നാണ് അത്. അനുസരണം വലിയൊരു അത്ഭുതമാണ്. നമ്മുടെ മക്കളാകട്ടെ അനുസരിക്കാനായിട്ട് അങ്ങനെ തയ്യാറല്ല താനും. അതുകൊണ്ട് തന്നെ അവർ ഒരു അത്ഭുതമായി മാറുന്നില്ല. വിശുദ്ധ ബൈബിളിൽ അനുസരിക്കാതിരുന്നത് കൊണ്ട് വലിയ അപകടമുണ്ടായ ചില ഉദാഹരണങ്ങളും ആണ്. ഒന്ന്, മാലാഖമാർ അനുസരിക്കാതിരുന്നതാണ്. 2, ആദവും ഹവ്വയും അനുസരിക്കാതിരുന്നതാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് അനുസരിക്കാതിരിക്കുമ്പോൾ അപകടങ്ങളുണ്ടാകുന്നു, അനുസരിക്കുമ്പോൾ അത് ഒരു അത്ഭുതമായി മാറുന്നു. നമ്മുടെ മക്കളെ അനുസരണമാകുന്ന ആ വലിയ പുണ്യത്തിലൂടെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കണം. ബോധപൂർവം ശ്രമിച്ചാലേ അത് നടക്കുകയുള്ളൂ. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല. TV വാച്ച് ചെയ്യുന്നത് കുറയ്ക്കണം, നല്ലത് മാത്രമേ കാണാവൂ എന്നൊക്കെ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല. പല വിധത്തിലുള്ള കോമിക്കുകളുമെല്ലാം കണ്ട് പലരും അവരവരുടെ തന്നെ മനസ്സിനെ അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. ഈ കണ്ടതെല്ലാം അവരുടെ തലയിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണിത് കാണരുതെന്ന് പറയുന്നത്? ഇതൊക്കെ അവരുടെ തലയിൽ രജിസ്റ്റർ ചെയ്യും. അത്തരത്തിലുള്ള കോമിക്കുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അവന് ഇതെല്ലാം തലയിൽ കയറ്റുന്നത് അവൻ്റെ പഠനത്തിന് തടസ്സമാകും. കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അവർ അനുസരിക്കില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായിട്ട് ഇരിക്കണം. മക്കൾ ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങളും ചെയ്യാൻ പാടില്ല. വിദ്യാർത്ഥികൾ ചെയ്യരുത് എന്ന് ഒരു അധ്യാപകൻ ആഗ്രഹിക്കുന്നത് എന്തോ അതൊന്നും അധ്യാപകൻ ചെയ്യാൻ പാടില്ല. അണികൾ ചെയ്യരുത് എന്ന് ഒരു നേതാവ് ആഗ്രഹിക്കുന്നത് എന്തോ അതൊന്നും നേതാക്കന്മാർ ചെയ്യാൻ പാടില്ല. എല്ലാ മേഖലയിലും അങ്ങനെയാണ്. നമ്മൾ മാതൃകകളായിരിക്കുകയാണ്. അത് നഷ്ടപ്പെട്ടതാണ്. ആ മാതൃക മോഡൽ നഷ്ടപ്പെട്ടതാണ് ഒരു കാരണം. ആ മോഡലുകൾ തിരിച്ചു വരുമ്പോൾ ഈ മക്കളും ഈ വിദ്യാർത്ഥികളും ഈ കീഴ് ജീവനക്കാരും ഒക്കെ ഈ അണികളും എല്ലാവരും തിരിച്ചു വരും. ഇന്ന് മേലുദ്യോഗസ്ഥൻ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ് കീഴുദ്യോഗസ്ഥനും ചെയ്യുന്നത്. മേലുദ്യോഗസ്ഥൻ അഴിമതിയോ സ്വജനപക്ഷപാതമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും കീഴുദ്യോഗസ്ഥന്മാരും അത്തരത്തിൽ പെരുമാറാനായിട്ട് തുടങ്ങും. മുതിർന്നവരെ കണ്ടല്ലേ മറ്റുള്ളവർ പഠിക്കുന്നത്. മാതാപിതാക്കളെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. അധ്യാപകരെ കണ്ടല്ലേ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. രാജാവിനെ കണ്ടല്ലേ പ്രജകൾ പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും മുതിർന്നവർക്ക്, ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു വലിയ ചുമതലയുണ്ട്. എന്താണ് ആ ചുമതല? മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക എന്നുള്ളത്.
അവിടെ പലരും പരാജയപ്പെടുകയാണ്. അപ്പോഴാണ് മക്കൾ പരാജയപ്പെടുന്നത്, വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്നത് ഒക്കെ. ഞാൻ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും നമ്മൾ കാണുന്നത് ദൈവത്തെ അനുസരിച്ച, ദൈവവചനം അനുസരിച്ച വ്യക്തികളെയാണ്. ദൈവവചനം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് അനുസരിക്കേണ്ടത് എന്നുള്ളത്, നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവവചനം വചന പുസ്തകങ്ങളിൽ നമുക്ക് കിട്ടും, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പാരായണം നടത്തണം എല്ലാ ദിവസവും. അപ്പോഴാണ് അതിലെ ആശയങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇത് എത്ര സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നത്, നമ്മുടെ സ്കൂളുകളിലൊക്കെ ദൈവവചനം പഠിക്കുന്നതിന് ഒരു പീരിയഡ് മാറ്റിവെക്കേണ്ടതാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ക്രിസ്ത്യൻ കുട്ടികൾക്ക് കാറ്റക്കിസം ഉണ്ടായിരുന്നു, മറ്റു കുട്ടികൾക്ക് മോറൽ സയൻസ് എന്ന് പറയുന്ന ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. കോളേജിൽ വരെ ഉണ്ടായിരുന്നു. ഞാൻ തേവര കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ മോറൽ ഇൻസ്ട്രക്ഷൻ, ഹിന്ദുസിനും മുസ്ലിംസിനും മോറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ്, ക്രിസ്ത്യാനികൾക്ക് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ, വേദോപദേശം എന്ന് പറയും, കാറ്റക്കിസം ക്ലാസ്സുകൾ. അത് പീരിയഡ്, ടൈം ടേബിളിൽ പീരിയഡ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ വേണം. ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് ഈ അധപ്പതനം ഉണ്ടായതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതി ദൈവത്തെ മാറ്റി നിർത്തിയുള്ള വിദ്യാഭ്യാസ രീതി ആയതാണ്. ദൈവത്തെ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾക്ക് എന്നിട്ട് വേണമെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം, ദേ ക്യാൻ റിജക്റ്റ്. ഇപ്പോൾ തന്നെ എത്രയോ കുട്ടികൾ, നമ്മൾ 10ാം ക്ലാസ് വരെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഹിസ്റ്ററി, ഇതൊക്കെ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് കുറേ ഹിന്ദി, മലയാളം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുറേ കഴിയുമ്പോൾ കുട്ടികൾ ചിലത് തിരഞ്ഞെടുക്കുന്നു. അവരിങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നതായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി. ലോവർ ക്ലാസ്സുകളിൽ കണക്കും ഭാഷയെ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ, വേറൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്ന്. വലിയ വിദഗ്ധർ തീരുമാനിക്കുന്ന കാര്യമല്ലേ, നമ്മളൊക്കെ എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ സാധനങ്ങളൊക്കെ സൃഷ്ടിച്ച തമ്പുരാനെക്കുറിച്ച് കൂടി പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. കുട്ടിക്ക് വേണമെങ്കിൽ പിന്നീട് അത് റിജക്റ്റ് ചെയ്യാം. നമ്മൾ കുറേ കഴിയുമ്പോൾ മാത്സ് പഠിക്കുന്നില്ല, ബയോളജി പഠിക്കാൻ പോകുന്നു. അയാൾ പഠിച്ചു, പക്ഷേ അയാൾക്ക് താല്പര്യമുള്ള വിഷയം ബയോളജിയാണ്. അപ്പോൾ അയാൾ ബയോളജി എടുത്തു, ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. ഒരാൾ ഡോക്ടറായി, ബാക്കി എല്ലാ വിഷയങ്ങളും അദ്ദേഹം നെഗ്ലക്റ്റ് ചെയ്തു, ഉപേക്ഷിച്ച് കളഞ്ഞു. ഈ ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഒരു വിഷയം ദൈവവചനം പഠിക്കലായിരിക്കണം. അപ്പോൾ വ്യത്യസ്തരായ മതക്കാരുള്ളപ്പോൾ എന്ത് ചെയ്യുമെന്ന് വലിയൊരു ചോദ്യം വരാം. ഉത്തരം വളരെ സിമ്പിളാണ്. ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കാം. ആര് വിശ്വസിക്കുന്നത്, കൊച്ചു കുട്ടികൾ വിശ്വസിക്കുന്നതാണോ അതോ അവരുടെ മാതാപിതാക്കൾ നിശ്ചയിക്കുന്നതാണോ? തുടക്കത്തിൽ അവരുടെ മാതാപിതാക്കൾ. കുട്ടി വളർന്ന് വരുമ്പോൾ അവന് സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഒരു കഴിവ് വന്നുപെടും. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന മതത്തിൻ്റെതാണ്. അല്ലാതെ സ്കൂളിൽ നിന്ന് എല്ലാവരും ഇന്നത് പഠിക്കൂ അങ്ങനെ പറയാൻ പാടില്ല. പൂർണ്ണമായും വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വിട്ടുകൊടുക്കാം.
സ്വയം തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കുക. സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കുട്ടി വളർച്ച പ്രാപിക്കുമ്പോൾ ആ കുട്ടിക്ക് വിട്ടുകൊടുക്കുക. ഇനി അങ്ങനെ ഒരു കുട്ടി തീരുമാനിക്കുകയാണ്, എനിക്കിത് വേണ്ട, മതങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിയണ്ട, അപ്പം അവനെ ഒഴിവാക്കാം. അതിനൊരു വിരോധമില്ല. നമ്മൾ നിർബന്ധിച്ച് അവനെ ഏതെങ്കിലും ഒന്ന് പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ചിന്തിച്ച് വളർച്ച പ്രാപിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉണ്ടാണ് അവന് വിട്ടുകൊടുക്കുക. പക്ഷേ അവൻ ഒബ്സർവ് ചെയ്യണം. ഓരോരുത്തരും ഈ മതങ്ങളെക്കുറിച്ച് പഠിച്ച്, അവരാരും വിശ്വസിക്കുന്ന മതങ്ങളെക്കുറിച്ച് പഠിച്ച് ആ കുട്ടികളൊരു പക്ഷേ നല്ല റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവന് മനസ്സിലാവും, ഓ ഞാൻ ഇത് പഠിക്കാത്തത് കൊണ്ടാണ്, ഇത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ മാർക്ക് കുറയുന്നത് എന്നൊക്കെ. മതത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഒരു നിർബന്ധ ബുദ്ധി ചെലുത്താൻ പാടില്ല. അത് ഓഫർ ചെയ്യാം. മറ്റു വിഷയങ്ങൾ ഓഫർ ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, കുട്ടികളല്ലേ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളെ പോലെ ഇതും ഓഫർ ചെയ്യാം. ഉദാഹരണത്തിന് ക്രിയേഷൻ, ഇവല്യൂഷൻ, രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് അത് ഇവല്യൂഷനാണോ ക്രിയേഷനാണോ, രണ്ടിനെയും പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ രണ്ടിനെയും പറ്റിയും പറഞ്ഞ് അവൻ തന്നെ ഒരു തീരുമാനം എടുക്കും. അപ്പോൾ ഏത് വേണമെങ്കിലും അവന് ഫോളോ ചെയ്യാം. തുടക്കത്തിൽ തന്നെ ക്രിയേഷൻ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകാൻ പാടില്ല. വി പ്രസൻറ്റ് ബോത്ത്, രണ്ടും ഒരുപോലെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. കുട്ടി തീരുമാനമെടുക്കുകയാണ്, ഇത് ഈ ലോകമുണ്ടായത് ആ ബുദ്ധിയുള്ളവനാണല്ലോ, തീരുമാനമെടുക്കുന്നത് അനുസരിച്ച് അവന് ജീവിക്കാം. ദൈവവുമായിട്ടുള്ള ബന്ധം അത് കുട്ടിക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഉണ്ട്. പക്ഷെ അതിനെപ്പറ്റി കാരണം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചപ്പോൾ അവന് ആറാമതൊരു ഇന്ദ്രിയം കൊടുത്തിട്ടുണ്ട്. ഈ ഇന്ദ്രിയത്തിലൂടെയാണ് ദൈവവും മനുഷ്യനുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത്. അത് മങ്ങി മങ്ങി വരുന്നത് എപ്പോഴാണെന്നോ, ബാക്കിയുള്ള 5 ഇന്ദ്രിയങ്ങൾ കൂടുതൽ പ്രാവർത്തികമാകുമ്പോഴാണ്. ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു, ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഒരു കാര്യം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ആറാമത്തെ ഇന്ദ്രിയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എന്നെ സൂചന നൽകുന്നുണ്ട്. ഞാനെപ്പോൾ പല പ്രാവശ്യം ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള ആറാമത്തെ ഇന്ദ്രിയത്തിൻ്റെ പ്രാധാന്യം. ആ ഇന്ദ്രിയത്തെ അവഗണിക്കുന്നതാണ് മറ്റ് കാര്യങ്ങൾ ഫലപ്രദമാകാതെ പോകുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വലിയ ഉത്കർഷമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ദൈവം നമ്മളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.